ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മുട്ട ബജി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യമേ ഞാൻ കായം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളതിലേക്ക് കടലമാവാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കഷ്ണം കായമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്യണം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാത്ത കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേനും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഇത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്. അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ട മാത്രം ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എണ്ണ ചൂടാവാൻ വയ്ക്കാം. ഇങ്ങനെ നടുവേ മുറിച്ചിട്ട് മുട്ട നടുവേ മുറിച്ച് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് ഇടാൻ കിട്ടുന്നില്ല കേട്ടോ. ഈ ഒരെണ്ണം മാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാരണം ഒരു കയ്യിൽ ഫോൺ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എനിക്കത് വീഡിയോയിലേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇതുപോലെ നമ്മൾ തൊട്ട ഭാഗത്ത് ഇങ്ങനെ മാവില്ലാതിരിക്കുമല്ലോ, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചൂട് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്കതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ചമ്മന്തി ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ചായയും മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. പറ്റിയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ചെയ്തേക്കണം.